ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് കേരളത്തിലെത്തിയപ്പോൾ ഈ കോഴിക്കോട്ടെ പൈതൃക സംഭവങ്ങളൊക്കെ തന്നെ പരിചയപ്പെടുത്തിയത് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുക്കം MMM കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി കൂടിയാണ് ഡോക്ടർ അജ്മൽ മൊയ്ൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? സുനിത വില്യംസിന് മിഷ്കാൽപ്പള്ളി അടക്കം കാണിച്ചു കൊടുത്തു, അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് KLF ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹെറിറ്റേജ് വാക്കുകളും മേജർ ഗസ്റ്റുകൾ. കഴിഞ്ഞ വർഷം വില്യം ഡാർലിംബിൾ ഉണ്ടായിരുന്നു, ഫ്രാൻസിൽ നിന്ന് സൈന തുടങ്ങിയ പ്രധാനപ്പെട്ട ഓതേഴ്സ്, മനുവസ് പിള്ള പോലുള്ളവരും. പക്ഷേ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തലേന്നാണ് എന്നോട് പറയുന്നത് DC ടീം ഇങ്ങനെ സുനിതയ്ക്കൊരു ഹാഫ് ഡേ സെഷൻ ചെയ്യണം എന്നുള്ളത്. പെട്ടെന്ന് ഞാൻ ആലോചിച്ചു എന്തൊക്കെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ മുന്നിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നത് കേരളമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ബ്യൂട്ടി വേണം. അതേപോലെ തന്നെ കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ ചരിത്രവും പൈതൃകവും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ കോഴിക്കോട് കള്ളിനറി ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണ് പറയുന്നത്. പിന്നെ ഫുഡ്, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ആ ഒരു ഹാഫ് ഡേയിൽ നമ്മൾ ചെയ്യാമെന്നുള്ളതായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ കടവിലുണ്ടായിരുന്നു. കടവിൽ നിന്ന് നേരെ കടലുണ്ടി പോയിട്ട് കടലുണ്ടി ബാക്ക് വാട്ടർ ചെയ്തു. അതിനുശേഷം ഫറൂഖിലെത്തി. ഫറൂഖിൽ നിന്ന് കോംട്രസ്റ്റിൻ്റെ കീഴിലുള്ള കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി കാണിച്ചു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ജർമ്മൻ കണക്ഷനൊക്കെ ഉള്ള ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു യാത്ര ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഈ ഫറൂഖ് മുതൽ കോഴിക്കോട് വരെ സുനിത വില്യംസും അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒരു 7 പേരുണ്ട്, ഗുജറാത്തി കണക്ഷനിലെ. അപ്പോൾ അവരുണ്ടായിരുന്നു. പിന്നെ പോലീസുകാരും മാത്രമല്ല. അവിടെ വെച്ചിട്ടാണ് അവരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, ഒരുപാട് സമയം വളരെ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും മറ്റൊക്കെ ഭയങ്കര ചാൻസ് കിട്ടിയ ലൈഫിലൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു 20-25 മിനിറ്റ് യാത്ര. ഒരു 10-10:30 ആയതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തു നമുക്കൊരു ബ്രേക്ക് എന്ന നിലക്ക് ഒരു ഫലൂദ കഴിച്ചാലോ വെച്ചു. അപ്പോൾ അവർ ചോദിച്ചു എന്താ ഫലൂദ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ബേസിക്കലി പേർഷ്യൻ ആണെങ്കിൽ നമ്മളതിൽ ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഫലൂദ നാഷണൽ പോയിട്ട് ഫലൂദ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കോഴിക്കോട് കുറ്റിച്ചിറ, മിഷ്കാൽപ്പള്ളി, അതേപോലെ തന്നെ ഗുജറാത്ത് ആണ് അവരുടെ റൂട്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗുജറാത്തി സ്ട്രീറ്റ് പോയി അവിടെ ഗുജറാത്തികളുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്ത് പിന്നെ പാരഗണിൽ പോയിട്ട് നമ്മളൊരു ഫുഡും എക്സ്പീരിയൻസ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ. പള്ളി സുനിത വില്യംസ് സന്ദർശിച്ചതിന് ശേഷം വലിയ രീതിയിൽ ചർച്ച വരുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥലമാണോ? അത് ശരിക്ക് ഈ പള്ളിപ്രവേശമായിട്ട് ബന്ധപ്പെട്ട് കർമ്മശാസ്ത്രപരമായൊരു ഡിബേറ്റ് ഉണ്ട്. ഞാൻ അതിലേക്ക് അഭിപ്രായം പറയുന്നില്ല, പണ്ഡിതന്മാർ പറയേണ്ടതാണ്. പക്ഷേ പൊതുവേ ഞാൻ മനസ്സിലാക്കിയത് ഡിബേറ്റ് ഇല്ലാത്തൊരു വിഷയമാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ കാണുക എന്നുള്ളത്. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാമോ ആരാധന നടത്താമോ എന്ന വിഷയത്തിലാണ് ഡിബേറ്റ് ഉള്ളത്. പക്ഷേ പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ തോന്നുന്നത്. പക്ഷേ പുതിയതായിട്ട് വന്നപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിൽ പോലും സ്ത്രീകൾ രാവിലെ പള്ളി കാണുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഡിബേറ്റ് ആക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കമ്മിറ്റി അവർ വളരെ പ്രോഗ്രസീവാണ്. അവർ ഇങ്ങനത്തെ ഒരാൾ വന്നപ്പോൾ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു സുനിത വില്യംസ് വരുന്നുണ്ട്, കാണാൻ പറ്റുമോ വെച്ചപ്പോൾ അവരെല്ലാവരും സ്വീകരിച്ച് വളരെ പോസിറ്റീവായിട്ട് എടുത്തു. എനിക്കത് വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞപ്പോൾ പക്ഷേ ആ ഒരു പോയിന്റ് വളരെ വാലിഡാണ്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ളവർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അത് കാണുക, പഠിക്കുക എന്നുള്ളത്. കാരണം പിന്നെ മുച്ചന്തിപ്പള്ളി, മിഷ്കാൽപ്പള്ളി പോലുള്ളത് കേവലം ഒരു നമസ്കാര പള്ളി എന്നതിനപ്പുറത്തേക്ക് അത് നമ്മളെ പൈതൃകത്തിൻ്റെ ഒരു വലിയ ഒരു സംരക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ അതിനെ പഠിക്കുക, അതിൻ്റെ ആർക്കിടെക്ചർ. അപ്പോൾ അത് പിന്നെ യഥാർത്ഥത്തിൽ സംഘടനകളിൽ ആരും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമെന്ന നിലക്ക് എല്ലാവർക്കും കാണാനും പരിചയപ്പെടുത്താനും കഴിയേണ്ടതാണ്. പക്ഷേ പള്ളിയുടെ പവിത്രത സൂക്ഷിക്കണം. എന്നാലും അങ്ങനെ ആളുകൾക്ക് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പൈതൃകം തൊട്ടറിയാനും ഒക്കെ തന്നെ ആ രീതിയിൽ എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു സമയത്ത് പ്രവേശനം നൽകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ ജിജേഷ് KC-ക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.